പ്രേക്ഷകരുടെ ഇഷ്ടം അവർ കാണിച്ചു കൊടുത്തിട്ടുണ്ട് മോഹൻലാൽ സിനിമകളോട്. മോഹൻലാലിന്റെ ഏതുതരം കഥാപാത്രമാണ് അവർക്ക് കാണാൻ ആഗ്രഹിക്കുന്നതെന്ന് അവർ കാണിച്ചു കൊടുത്ത ചില സന്ദർഭങ്ങൾ അടുത്തിടെ ഉണ്ടായിട്ടുണ്ട്. വലിയ രീതിയിലുള്ള തിയേറ്റർ പരാജയങ്ങൾ നേരിട്ടുകൊണ്ടിരുന്ന സമയത്താണ് മോഹൻലാലിന്റെ ജയിലർ എന്നൊരു ചിത്രം എത്തിയത്. അതിഥിവേഷമാണ് രജനീകാന്തിനൊപ്പം മോഹൻലാൽ ചെയ്തതെങ്കിലും മോഹൻലാലിന്റെ മാത്യു എന്ന കഥാപാത്രത്തെ വലിയ രീതിയിൽ ആഘോഷിക്കപ്പെട്ടു കേരള ബോക്സ് ഓഫീസിൽ. പ്രേക്ഷകർ ഏറ്റവും കൂടുതൽ കൈയടിച്ച ഒരു കഥാപാത്രമായിരുന്നു മോഹൻലാലിന്റേത്. ഇങ്ങനെ ഒരു കഥാപാത്രം എന്തുകൊണ്ട് സംഭവിക്കുന്നില്ല എന്ന രീതിയിലുള്ള വലിയ ചർച്ചകൾ സോഷ്യൽ മീഡിയയിൽ നടക്കുകയും ചെയ്തു. ഈ 6 മാസത്തിനിടയിൽ മോഹൻലാൽ ചെയ്ത കഥാപാത്രങ്ങളുടെ ഒരു ലിസ്റ്റ് തന്നെ നോക്കിയാൽ വ്യത്യസ്തമായ കഥാപാത്രങ്ങളാണ് മോഹൻലാൽ ചെയ്തത്. അതിൽ തന്നെ ജയിലറിലെ മാത്യുവും, നേരി എന്ന സിനിമയിലെ മോഹൻലാലിന്റെ വക്കീൽ കഥാപാത്രവും, മലക്കോട്ടെ വാലുവനിലെ വാലുവനും വലിയ രീതിയിൽ ശ്രദ്ധിക്കപ്പെട്ടു. 2 സിനിമകൾ ബമ്പർ ഹിറ്റുകൾ അടിച്ചപ്പോൾ വാലുവിന് സമ്മിശ്ര പ്രതികരണമാണ് ലഭിച്ചത്. സിനിമയ്ക്ക് സമ്മിശ്ര പ്രതികരണങ്ങൾ ലഭിച്ചെങ്കിലും മോഹൻലാലിന്റെ കഥാപാത്രം ഗംഭീര രീതിയിൽ പ്രശംസ നേടുകയും ചെയ്തിരുന്നു. വലിയ രീതിയിലാണ് പ്രശംസ നേടിയത്. എന്നാൽ മോഹൻലാലിനെ ഏറ്റവും കൂടുതൽ ആഘോഷിക്കപ്പെട്ട മാത്യു പോലൊരു കഥാപാത്രം എന്തുകൊണ്ട് മലയാള സിനിമയിൽ സംഭവിക്കുന്നില്ല എന്ന രീതിയിലുള്ള ചർച്ചകൾ വലിയ രീതിയിൽ ആരാധകർക്കിടയിൽ നടക്കുകയും ചെയ്തു. ഇങ്ങനെ ഒരു ക്യാരക്ടർ മലയാളത്തിൽ സംഭവിച്ചാൽ ബോക്സ് ഓഫീസിൽ വലിയ തൂക്കിയടി സംഭവിക്കുമെന്ന് അവർക്കറിയാം. വലിയ കണക്കുകൾ ഭേദിക്കാനും പുതിയ റെക്കോർഡുകൾ സൃഷ്ടിക്കാനും മോഹൻലാലിന്റെ ഇതുപോലുള്ള കഥാപാത്രത്തിന് സാധിക്കും എന്ന് പറയുമ്പോൾ അവർ ഉറ്റുനോക്കുന്നത് എമ്പുരാൻ എന്ന ചിത്രത്തിലേക്ക് മാത്രമാണ്. എമ്പുരാൻ അത് സാധിക്കുമെന്ന് അവർ വിശ്വസിക്കുന്നുണ്ട്. കാരണം ലൂസിഫർ എന്താണ് തന്നത് അതിന്റെ ഡബിൾ ആണ് എമ്പുരാൻ എന്ന ചിത്രത്തിൽ ഉണ്ടാകാൻ പോകുന്നത് എന്ന് പൃഥ്വിരാജ് അടക്കമുള്ള സംവിധായകരും പറഞ്ഞിരുന്നു. സിനിമയുടെ ഒരു രീതി അങ്ങനെയാണ്. വലിയ സിനിമയാണ്, കഥാപശ്ചാത്തലം വലുതാണ് എന്നാണ് പൃഥ്വിരാജ് അടക്കം പറഞ്ഞിട്ടുള്ളത്. കഥ പറയുന്ന രീതി വലുതാകുമ്പോൾ എങ്ങനെയായിരിക്കും അവർക്ക് മുന്നിലേക്ക് എത്തുക എന്നുള്ള ആകാംക്ഷ നിലനിൽക്കുന്നു. മലയാളത്തിൽ ഇങ്ങനെയുള്ള സിനിമകൾ സംഭവിക്കണം, വ്യത്യസ്തമായ സിനിമകൾ സംഭവിക്കണം എന്ന് പറയുന്നവർക്ക് മുന്നിലേക്കാണ് മലക്കോട്ടെ വാലുവൻ പോലൊരു വ്യത്യസ്തമായ സിനിമ എത്തിയത്. അത് സ്വീകരിക്കാൻ പലർക്കും കഴിഞ്ഞില്ല. ഭൂരിഭാഗം പ്രേക്ഷകരും ആ ചിത്രത്തെ കുറ്റം പറഞ്ഞു. എന്നാൽ ആ ചിത്രം വലിയ രീതിയിൽ പ്രശംസ നേടുകയാണ് പിന്നീട് പ്രേക്ഷകർ കണ്ടപ്പോൾ. രണ്ടാമത് കണ്ടപ്പോൾ പ്രേക്ഷകരുടെ അഭിപ്രായം മാറിയതൊക്കെ നമ്മൾ ഞെട്ടലോടെ കണ്ടതാണ്. മലയാളത്തിൽ ഇന്നേ വരെ കണ്ടിട്ടില്ലാത്ത തരം ഒരു ക്ലാസിക് സിനിമ എടുത്തു വെച്ചിട്ട് അത് മനസ്സിലാക്കാൻ പോലും കഴിയാത്ത ഭൂരിഭാഗം ഓഡിയൻസ് കാരണം വിശദീകരണങ്ങൾ നടത്തേണ്ടി വന്നതിൽ ഒരു നാൾ എല്ലാവരും ലിജു ജോസ് പല്ലിശ്ശേരിയോട് ക്ഷമ ചോദിക്കും, അതുറപ്പാണ്. പണ്ട് തിയേറ്ററുകളിൽ പരാജയപ്പെട്ട് പിന്നീട് വാഴ്ത്തിപ്പാടിയ മോഹൻലാൽ സിനിമകളുടെ ലിസ്റ്റിലേക്ക് എക്സാമ്പിളായി പറഞ്ഞ ദേവദൂതൻ, തൂവാനത്തുമ്പികൾ പോലുള്ള സിനിമകൾ, ഇതിൽ കൂടുതൽ സിനിമകളുണ്ട് മോഹൻലാലിന്റെ കരിയിൽ തന്നെ ഇപ്പോഴും ചർച്ച ചെയ്യുന്നത്. പക്ഷേ അന്ന് ബോക്സ് ഓഫീസിൽ അത് സ്വീകരിക്കപ്പെട്ടില്ല. ഇതുപോലുള്ള ഒരു സിനിമ കൂടി വരാതിരിക്കാൻ ഇപ്പോഴും എല്ലാവർക്കും അവസരമുണ്ട്. തിയേറ്ററിൽ തന്നെ കണ്ടിരിക്കേണ്ട ഓരോ ഫ്രെയിമുകളും ഓരോ കാവ്യങ്ങൾ പോലെ എടുത്തു വെച്ചിരിക്കുന്ന ഒരു ചിത്രം. ലൂസിഫറിന് ശേഷം മോഹൻലാലിന്റെ ഏറ്റവും മികച്ച പെർഫോമൻസ് എന്ന് തന്നെ പ്രേക്ഷകർ അടിവരയിട്ട് പറയുകയാണ്. മറ്റാർക്കും ചെയ്യാനാകാത്ത റോള്, മികച്ച ക്യാമറ, ഡയറക്ഷൻ, ആർട്ട്, മ്യൂസിക്, ഇതൊക്കെ പറയുമ്പോഴും പലർക്കും ഈ ചിത്രത്തെ അങ്ങോട്ട് ദഹിച്ചില്ല. ഫാൻസുകാർ പ്രതീക്ഷിക്കുന്നത് മാത്യു പോലുള്ളതും എംബ്രാനെ പോലെയുള്ള കഥാപാത്രങ്ങളെയാണ്. അങ്ങനെ ഒരു ഭാഗത്തേക്ക് മാറ്റി നിർത്തേണ്ട താരമല്ല മോഹൻലാൽ. കാരണം മോഹൻലാലിന് ചെയ്യാൻ പറ്റാത്തതായി ഒരു കഥാപാത്രവും ഇന്ത്യൻ സിനിമയിൽ ഇല്ല എന്ന് വിശ്വസിക്കുന്ന ഒരു കൂട്ടം പ്രേക്ഷകരാണ് മലയാളത്തിൽ ഇപ്പോഴും ഉള്ളത്. അതുകൊണ്ട് തന്നെ മോഹൻലാലിന് ചലഞ്ചിങ് ആയ എത്രയോ റോളുകൾ അദ്ദേഹം ഗംഭീരമാക്കിയിട്ടുണ്ട്. അതിലെ ഏറ്റവും ഗംഭീര സിനിമ എന്ന് തന്നെ മലക്കോട്ടെ വാലുവിനെ കുറിച്ച് പറയാം. എന്നിട്ട് പോലും വേണ്ടത്ര സ്വീകാര്യത ആ ചിത്രത്തിന് ലഭിക്കുന്നില്ല. ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടാണ് ഓരോ പ്രേക്ഷകരും ഇപ്പോൾ സോഷ്യൽ മീഡിയ പേജുകളിൽ എത്തിക്കൊണ്ടിരിക്കുന്നത്. മോഹൻലാലിനെ നിങ്ങൾ കാണാൻ ആഗ്രഹിക്കുന്നത് എങ്ങനെയുള്ള കഥാപാത്രത്തിലാണ്? മാസ് മാത്രമാണോ? വെറൈറ്റി സിനിമകൾ വേണ്ടേ? നിങ്ങൾ തന്നെ പറയൂ.